Hi all, എല്ലാവർക്കും Upbeat Pinnacle അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ഇവിടുത്തെ +1 ഫോക്കസ് ഏരിയയിൽ നമ്മൾ 2 വീഡിയോസ് കംപ്ലീറ്റ്ലി എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ട് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് വേണം ഞാൻ ആഡ് ചെയ്തേക്കാം, ഒന്ന് പോയി കണ്ടേക്കുക. ഓക്കെ, 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞു, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക് ചർച്ച ചെയ്തെങ്കിൽ രണ്ടാമത്തെ വീഡിയോട്ട് വരുമ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറച്ച് ഹൈറ്റിലേക്ക് മാറാൻ നേരത്തെ നമ്മുടെ ബോഡി, 2 ബോഡി നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലോ F എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ യൂണിവേഴ്സൽ ലോ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുമോ കൂടുമോ? ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താ സംഭവിക്കുന്നുള്ളൂ. കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണേ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ എത്തിപ്പെടാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത നമ്മുടെ അവസാനത്തെ സെക്ഷൻ നമ്മുടെ ഗ്രാവിറ്റേഷനകത്ത് ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ള 4 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവസാനത്തെ കാര്യം, ഞാൻ ഈ കൊച്ച് മാസ് ചേട്ടൻ മുകളിലേക്ക് നമ്മളൊരു ഹൈറ്റിൽ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഈ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരാം? താഴേക്ക് ഒരു ഡെപ്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സർഫസിൽ നമ്മൾ ഡെപ്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. മറ്റേനെ പോലെ തന്നെ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും ചോദിക്കാം, രണ്ടും ഡിഫറൻ്റ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പം രണ്ടും നല്ല രീതിയിൽ തന്നെ നോക്കി പഠിച്ച് പോകണം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എങ്ങോട്ട് വരുമ്പോൾ? ഡെപ്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ചേട്ടൻ ഇതാണ്. നമ്മൾ ഡെപ്തിലേക്ക് ആ സാധനത്തിനെ കൊണ്ടുവരാൻ എഴുതിക്കും. നമ്മുടെ മാസിനെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നു? ഈ D എന്ന് പറഞ്ഞൊരു ഡെപ്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാണ്. ഇപ്പം D എന്ന ഡെപ്തിലേക്ക് കൊണ്ടുവന്ന് ഇത് കുഞ്ഞ് മാസ് M ആണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M വലുതായിരിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ 2 ബോഡി ഉണ്ട്. ഭൂമി എന്ന് പറഞ്ഞ ബോഡി ഉണ്ട്, അടുത്ത മറ്റേ ബോഡിയും ഉണ്ട്. സോ ഈ 2 ബോഡി എന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ചാണല്ലോ നമ്മുടെ ഗ്രാവിറ്റേഷൻ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മുടെ ആദ്യത്തെ G, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന എർത്തിൻ്റെ G എന്താണ്? ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? R² ആയിരിക്കും. G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R². ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്. കാരണം നമ്മൾ ഹൈറ്റിലേക്ക് കൊണ്ടുപോയതുപോലെ അല്ല ഒരു വസ്തുവിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഡെപ്തിലേക്ക് കൊണ്ടുവരുന്നത്. ഹൈറ്റിലേക്ക് നമ്മൾ എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോയാലും ആ ഭൂമിയുടെ എല്ലാ വശവും അതിനെന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഡെപ്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊന്നും അതിനെന്ത് ചെയ്യത്തില്ല? അട്രാക്റ്റീവ് ചെയ്യത്തില്ല. അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോയാലും അതിൻ്റെ മാസുകൾ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഡെപ്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ? അട്രാക്റ്റീവ് ഫോഴ്സിനെ. അതായത് ഈ സാധനത്തിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം. അത് എന്ത് മാത്രമേ ഉള്ളൂ? താഴത്തൊരു ചെറിയ പോർഷൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതിനെ അട്രാക്റ്റീവ് ചെയ്യത്തുള്ളൂ. താഴത്തൊരു ചെറിയ പോർഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അട്രാക്റ്റീവ് അല്ല. ബാക്കിയുള്ള പുറമേ ഉള്ള പോർഷൻസ് എന്ത് ചെയ്യുന്നില്ല? അതിനെ അട്രാക്റ്റീവ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ചെറിയ പോർഷൻസ് മാത്രമായിരിക്കും അതിന് എന്ത് ചെയ്യുന്നത്? അട്രാക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നോക്കി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ? അട്രാക്റ്റീവ് ചെയ്യുന്ന ആ ഒരു ചെറിയ പോർഷൻസ് താഴത്ത്. അപ്പോൾ അതിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാ? മാസ് എന്ന് പറയുന്ന കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ മാസിനെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡെൻസിറ്റിയിലേക്ക് നമുക്ക് ചെയ്യാം. റോ ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം ആണ്. റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമുക്കിവിടുന്ന് മാസ് എമ്മിനെ കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? റോ വി എന്ന് കിട്ടും. എന്ത് കിട്ടും? റോ വി. അത് നമുക്ക് ഈക്വേഷൻ ഇട്ടുകൊടുക്കാം. അപ്പോൾ G ഈക്വൽ ടു G റോ വി ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? R² എന്ന് വരും. വി എന്ന് വെച്ചാൽ വോളിയം ആണ്. എന്തിൻ്റെ? ഇവിടെ എന്ന് വെച്ചാൽ സ്ഫിയർ ആണ്. സോ സ്ഫിയറിൻ്റെ വോളിയം വിൽ ബി അറിയാം 4/3 πr³. അപ്പോൾ G റോ 4/3 πr³ ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ഈ R² തമ്മിൽ കട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1. എന്ത്? G ഈക്വൽ ടു G റോ 4/3 πr എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയത്തെ കിട്ടി. ഇനി നമുക്ക് എങ്ങോട്ടുള്ളതിനെ കണ്ടുപിടിക്കണം? ഡെപ്തിലേക്കുള്ളതിനെ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി എങ്ങോട്ടുള്ള കണ്ടുപിടിക്കണം? ഡെപ്തിലേക്കുള്ളത്. ഡെപ്തിലേക്കുള്ളത് നമുക്ക് എന്ത് എഴുതാം? GD എന്ന് എഴുതാം അല്ലേ? G
D equal to equation ഇതാണ്. ക്യാപിറ്റൽ ജിക്ക് മാറ്റം ഉണ്ടോ? ഇല്ല. ഇസ് എ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് വാല്യൂ. റോ ഇസ് എ ഡെൻസിറ്റിക്ക് മാറ്റം ഉണ്ടാകത്തില്ല. 4/3 മാറ്റം ഉണ്ടോ? പൈ ഒരു കോൺസ്റ്റന്റാ, അത് മാറ്റം ഉണ്ടോ? പിന്നെ എന്തിന് മാറ്റം ഉണ്ടായിരിക്കും? ആർ, ആ റേഡിയസിന് മാറ്റം ഉണ്ടായിരിക്കും. അതായത് ഇവിടം തൊട്ട് ഇതിന്റെ സെന്റർ വരെ ഉള്ളതിനല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ആർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇവിടം വരെ ഡി ആണ് എങ്കിൽ ഈ ചെറിയ പോർഷൻസ്, ബാക്കി ഇത്രയുള്ള പോർഷൻസ് നമുക്ക് വേണ്ടത് എന്തായിരിക്കും? ആറിൽ നിന്നും ഡി എ കുറയ്ക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ആർ മൈനസ് ഡി ആയിരിക്കും. അപ്പം ഇത് റോ ആണ്. ഇന്റഗ്രൽസ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഞാൻ റോ വിളിട്ടേക്കുന്ന റോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റോ 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി എന്ന് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ജി ഡി എ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജി ഡി എ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ജി ഡി എ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ക്യാൻസൽ ആയി പോകും? ഈ ജിയും ക്യാൻസൽ ആയും, റോയും പോയി, 4/3 പോയി, പൈയും പോയി. ബാക്കി എന്ത് കിട്ടും? ജി ഡി ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ. ഈ ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ ആറിന് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതാം. സോ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. എന്ത് കിട്ടും? 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ നേരത്ത് ജി ഡി ഈക്വൽ, ജി ഡി എല്ലാം നമുക്ക് കണ്ടുപിടിക്കണ്ട, ഡെപ്തിലേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ജി ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. മറ്റേ ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഇവിടെ ആണെങ്കിൽ ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. അതായത് നമ്മൾ ഡെപ്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് കുറയുകയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ്. രണ്ട് ഫോർമുലാസും മറന്ന് പോകരുത്. ഈ സിമ്പിൾ റോയുടെ സിമ്പിളാണ്, ഇന്റഗ്രേഷൻ സിമ്പിൾ അതുപോലെ ഷേപ്പാണ്. സോ അത് മാറിപ്പോയിടാൻ നേരത്തെ കേട്ടോ. ദെൻ ഇപ്പോൾ ശ്രദ്ധിച്ചോണം, നമുക്ക് പഠിക്കാനുള്ള 4 കണ്ടന്റും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രാവിറ്റേഷനകത്ത്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്തോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? രണ്ട് ബോഡി ഇരിക്കുന്നു, ആ ബോഡി ഇരിക്കുന്ന അറ്റ് ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ബോഡി നിൽക്കുന്നത് എങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട് ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ദ മാസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. ദ കോൺസ്റ്റന്റ് ഈസ് ജി. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല എങ്ങോട്ട് എത്തുന്നത്? എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിലേക്ക് എത്തുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അടുത്തൊരു കാര്യം, ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ, മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് മാത്രമേ കൂടുതൽ, മാസിനൊന്നും മാറ്റം നമ്മൾ വരുത്തുന്നില്ല. ഇനി ഇതേ ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, സർഫസ് ഓഫ് ദി എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു? ജി ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി വാല്യൂ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നത്. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചെറിയൊരു ബോഡി, ഒരു ബോഡി നമ്മുടെ ഭൂമിയാണ്. നെക്സ്റ്റ് അടുത്തൊരു ബോഡിയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അറ്റ് ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡെപ്തിലേക്ക് കൊണ്ടുവരികയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവുക. ഈ ഡെറിവേഷൻ ഏത് വേണമെങ്കിലും എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാവുന്നതാണ്, മറന്നു പോകരുത് കേട്ടോ. അതുപോലെ അത് വെച്ചുള്ള പ്രോബ്ലം കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഫോഴ്സ് എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡയമെൻഷൻ ഫോർമുല ഈസ് എ ഈക്വൽ ആണോ എന്നുള്ള കണ്ടീഷൻസ് വെച്ച് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടവർ മാക്സിമം കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യം വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വ്യത്യസ്തമായ ചാപ്റ്ററോടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.